നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും നിസ്സാരവൽക്കരിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. പിന്നീട് വളരെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അബദ്ധം തിരിച്ചറിയുക. അത്തരത്തിലൊരു അസുഖമാണ് മൂത്രാശയ കല്ലുകൾ. മൂത്രാശയ കല്ലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു, ലക്ഷണങ്ങൾ, ഇതിനുള്ള ചികിത്സകളെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ് സിറ്റിയിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ റോയ് ജോൺ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു അസുഖമാണല്ലോ ഈ മൂത്രാശയ കല്ലുകൾ. അതുമാത്രമല്ല, ചില ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ വേറെ പല അസുഖങ്ങളുമാണെന്ന് കരുതുന്ന ഒരവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ എന്താണ് മൂത്രാശയ കല്ലുകൾ? മൂത്രാശയ കല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത് വൃക്കയിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന മൂത്രവാഹിനി കുടൽ അല്ലെങ്കിൽ യൂറീറ്റർ, അത് വന്ന് ചേർന്ന മൂത്രസഞ്ചി, പിന്നെ മൂത്രനാളി, ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്നതാണ് യൂറിനറി സിസ്റ്റം. ഈ യൂറിനറി സിസ്റ്റത്തിൻ്റെ അകത്ത് വൃക്കയിൽ നിന്നാണ് യൂറിൻ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഈ യൂറിൻ്റെ അകത്ത് 94% ജലാംശവും 6% ഘനപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നതാണ്. ഈ ഘനപദാർത്ഥങ്ങളും ജലാംശവും തമ്മിലുള്ള റേഷ്യോ എപ്പോഴെങ്കിലും തെറ്റിയാൽ, അതായത് ഘനപദാർത്ഥങ്ങൾ കൂടുകയോ അല്ലെങ്കിൽ ജലാംശം കുറയുകയോ ചെയ്താൽ ഈ ഘനപദാർത്ഥങ്ങൾ ചെറിയ ചെറിയ ക്രിസ്റ്റൽസായി ഫോം ചെയ്യും. ഈ ക്രിസ്റ്റൽസ് കൂടി ചേർന്ന് ഒരു സ്റ്റോണായി മാറുകയും ചെയ്യും. ഇതാണ് കിഡ്നി സ്റ്റോൺസ് എന്ന് പറയപ്പെടുന്നത്. ഇത് മിക്കവാറും വൃക്കയിൽ ഉള്ളിൽ തന്നെയാണ് ഇത് രൂപം കൊള്ളുന്നതെങ്കിൽ അത് ഇറങ്ങി വന്ന് ഈ യൂറിറ്ററോ അല്ലെങ്കിൽ മൂത്രസഞ്ചിക്കകത്തോ വന്ന് തടസ്സപ്പെടാം. അതിൽ നിന്നാണ് ഈ രോഗികൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ഒരു റേഷ്യോ ഉണ്ടല്ലോ, സാധാരണഗതിയിൽ നമ്മൾക്കൊരു നാച്ചുറലായിട്ട് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എപ്പോഴാണ് ഈ റേഷ്യോ മാറി വരുന്നത്? അത് സാധാരണ രീതിയിൽ നമ്മുടെ മൂത്രത്തിലെ ജലാംശവും ഘനപദാർത്ഥങ്ങളും ഉള്ള റേഷ്യോ, ഘനപദാർത്ഥങ്ങൾ സാധാരണ രീതിയിൽ അലിഞ്ഞ് മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് പോകാറുണ്ട്. നമ്മുടെ ജലാംശം കുറയുന്ന സാഹചര്യങ്ങളിൽ, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുകയോ, വളരെ ചൂടുള്ള അവസ്ഥയിൽ ജോലി ചെയ്യുകയോ, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുകയോ, ക്ലൈമാറ്റിക് ചേഞ്ചസ് നല്ല ചൂടായിട്ട് ഉള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ ശരീരത്തിൽ ജലാംശം സ്വാഭാവികമായി കുറഞ്ഞു വരും. അപ്പം ഈ ഘനപദാർത്ഥങ്ങൾ ക്രിസ്റ്റലൈസ് ഫോം ചെയ്യുകയും അത് സ്റ്റോണായി മാറുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഘനപദാർത്ഥങ്ങൾ കൂടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഘനപദാർത്ഥങ്ങൾ ഉദ്ദേശിക്കുന്ന കാൽഷ്യം, യൂറിക് ആസിഡ്, ഓക്സലേറ്റ്, അങ്ങനത്തെ കുറേയേറെ ഘനപദാർത്ഥങ്ങൾ യൂറിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കൂടാനുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അന്നേരമൊക്കെ ഈ സ്റ്റോൺ ഫോം ചെയ്യുകയും അത് രോഗലക്ഷണങ്ങൾക്ക് വഴിവരുത്തുകയും ചെയ്യുന്നു. ഡോക്ടർ, പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ പലപ്പോഴും ഡോക്ടറുടെ അടുത്ത് വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ്. പലർക്കും കാണുന്ന ഒരു പ്രശ്നമാണ്, വിശേഷിച്ച് പുരുഷന്മാരിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വളരെ പ്രധാനമാണ് ഈ മൂത്രാശയ കല്ലുകളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഏകദേശം ഒരു വ്യക്തിക്ക് ഒരു ജീവിതകാലത്ത് 20% വരെ റിസ്ക് ഉണ്ട് മൂത്രാശയ കല്ലുകൾ ഉണ്ടാകാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ലൈമാറ്റിക് കണ്ടീഷൻസാണ്. ഒന്ന്, ഭൂമിയിലെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗ്ലോബൽ വാർമിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തും അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സാഹചര്യങ്ങളിലും, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഭക്ഷണ രീതികളിലും എല്ലാം വ്യത്യാസമാണ് നമ്മുടെ ഏഷ്യൻ കൺട്രീസും മിഡിൽ ഈസ്റ്റ് കൺട്രീസും തമ്മിലുള്ള. അതുകൊണ്ട് തന്നെ അവരിൽ മൂത്രാശയ കല്ലുകൾ കൂടുതലായി കണ്ടുവരുന്നത് മാത്രം. ഇപ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളും ഒക്കെ നമ്മൾ പല അസുഖങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇപ്പോൾ മൂത്രാശയ കല്ലുകൾക്ക് പ്രത്യേകമായിട്ട് ലക്ഷണങ്ങളുണ്ടോ? മൂത്രാശയ കല്ലുകൾ ലക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് സാധാരണ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നോർമലായിട്ട് കണ്ടുവരുന്നത് വയറുവേദനയായിട്ടാണ് അവർ വരുന്നത്. ഈ വയറുവേദന ഏതെങ്കിലും ഒരു വശത്തായിരിക്കും തുടങ്ങുന്നത്. നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിൽ 2 വൃക്കകളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്കയ്ക്കായിരിക്കും മിക്കവാറും മൂത്രാശയ കല്ലുകൾ വരുന്നത്. ആ ഒരു സൈഡിലായിരിക്കും മിക്കവാറും വേദന തുടങ്ങുകയും അത് വേദന സാധാരണ രീതിയിൽ പുറവശത്തു നിന്ന് തുടങ്ങി വയറിൻ്റെ മുൻവശത്തേക്ക് വരികയും അത് താഴത്തെ കാലിൻ്റെ ഇടുക്കിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഛർദിലുമായിട്ട് വരാം,
മൂത്രത്തിൻ്റെ ചെറിയ അസ്വസ്ഥതകളായിട്ടും വരാം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അത് മൂത്രത്തിൽ കല്ലാണെന്ന് സംശയിക്കപ്പെടുന്നത്. ഓക്കെ. ചിലപ്പോഴൊക്കെ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കാറുണ്ട് ഇത്തരം വേദനകളെ. ഏകദേശം ഇതേപോലത്തെ ലക്ഷണങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു രോഗനിർണയ മാർഗം എങ്ങനെയാണ് കൃത്യമായിട്ടുള്ളത്? മൂത്രാശയ കല്ല് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണ്. യൂറിൻ റുട്ടീൻ്റെ അകത്ത് RBCs, അതായത് ബ്ലഡിൻ്റെ അംശം കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത് മൂത്രാശയ കല്ലാണെന്ന് സംശയിക്കും. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ വൃക്കയ്ക്ക് വീക്കം വരികയും, അതായത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാകുകയും, പിന്നെ വൃക്കയിൽ നമുക്ക് സ്റ്റോൺ കണ്ടുപിടിക്കാം. അതല്ല സ്റ്റോൺ താഴോട്ട് ഇറങ്ങി വരുന്നെങ്കിൽ ഈ മൂത്രവാഹിനി കുഴലിൽ സ്റ്റോൺ കണ്ടുപിടിക്കാം. മൂത്രസഞ്ചിയിലും സ്റ്റോണുകൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈ അൾട്രാസൗണ്ട് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു കോളുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ, പറഞ്ഞോളൂ. ഒരു 3-4 വർഷം മുമ്പ് 2 കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതെ. അതിൽ 2 സ്റ്റോൺ പോകുന്നു. ഇപ്പോഴും അവിടെ ഒരു 6 സ്റ്റോൺ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, വെള്ളം കുടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് എന്തെങ്കിലും വൃക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ? കല്ലിൻ്റെ എത്ര വലിപ്പമുണ്ട് കല്ലിന്? 4.3, 5.1 അങ്ങനെയാണ്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതെ, 5 മില്ലിമീറ്റർ താഴെയുള്ള എല്ലാ കല്ലുകളും സാധാരണ രീതിയിൽ മൂത്രത്തിൽ കൂടെ ചാടി പോകാറുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതിൽ കിഡ്നി വൃക്കയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വൃക്കയ്ക്ക് ബ്ലോക്ക് തടസ്സമൊന്നും ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ വൃക്കയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഈ സ്റ്റോണുകൾ വന്നിട്ട് വൃക്കയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വയറുവേദന, മൂത്രത്തിൽ ഇൻഫെക്ഷൻ, കിഡ്നിക്ക് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുക എന്നൊക്കെ ഉണ്ടാകാം. അത് നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ, കിഡ്നിയിൽ ബ്ലോക്ക് അറിയാതെ പോയി കഴിഞ്ഞാൽ ആ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ആ കിഡ്നി പിന്നീട് പ്രയോജനമില്ലാതാകുകയും മാറും. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ ഈ കോളർ ചോദിച്ച പോലെ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ചെറിയ കല്ലുകളാണെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ ഡോക്ടറുടെ അടുത്ത് ഒന്ന് പോകും, പെട്ടെന്നുള്ള വേദനയ്ക്കൊക്കെ ഒരു പരിഹാരം കാണും, പിന്നീട് അത് അവഗണിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ശരിയായ ഒരു പ്രവണതയാണോ? തീർച്ചയായിട്ടും ഇത് ശരിയായുള്ള പ്രവണതയല്ല. നമ്മൾ ആദ്യം ഒരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് വേദന കുറയാനുള്ള മരുന്നുകൾ എടുത്തതിന് ശേഷം സാധാരണ രീതിയിൽ നമ്മൾ പരിശോധനയൊന്നും നടത്താറില്ല. നടത്തിയാൽ തന്നെയും അത് ചികിത്സ എടുക്കാൻ നമ്മൾ പലരും വിസ്മരിക്കുന്നുണ്ട്. അത് ശരിയായ സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ പലപ്പോഴും ഇത് വേദന തിരിച്ചു വരത്തില്ല, വേദന പിന്നീട് കാണത്തില്ല. ആ കാരണത്താൽ ഈ രോഗികളിലൊന്നും പിന്നീട് ഡോക്ടറെ കാണാനും പോകത്തില്ല. അത് അങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നിയുടെ ബ്ലോക്ക് നീണ്ടു നിന്നാൽ കിഡ്നിക്ക് ദോഷം വരികയും കിഡ്നിയുടെ പ്രവർത്തനം കാലക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ ചെന്നൈയിൽ വിളിക്കാണ്. എനിക്ക് കിഡ്നിയിൽ 2 കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് 2 കിഡ്നിക്കല്ല, എനിക്ക് ഇപ്പൊ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി വേദനകളുണ്ട്. എനിക്ക് വേദന ഉണ്ടെങ്കിൽ ഇത്രയുള്ള ഞാനൊരു കൊല്ലത്ത് പുത്തൂർ നിന്നൊരു നാട്ടുമരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് കുറവൊന്നുമില്ല ഒരുപാട്. ഓക്കെ. ഏത് സൈഡാ വേദന വരുന്നത് നിങ്ങൾക്ക്? എനിക്ക് ലെഫ്റ്റിലുണ്ട്, റൈറ്റിലുണ്ട്. 6.3 mm ആണ്. 2 സൈഡിലും കല്ലുകളുണ്ട്? ഉണ്ട്. ഓക്കെ. അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയതാണോ? ഞാനിപ്പോ ബാംഗ്ലൂരിൽ ഒരു ഡോക്ടറെ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. അപ്പൊ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ. 2 സൈഡും സ്റ്റോൺ ഉള്ളതാണ്, 2 സൈഡിലും വേദനയുണ്ട്. സ്കാൻ ചെയ്ത് നോക്കിയതാണല്ലേ? അപ്പം അൾട്രാസൗണ്ട് 2-3 തവണ എടുത്തു. സ്കാൻ ചെയ്ത് നോക്കിയതാണ്. കിഡ്നിക്ക് ബ്ലോക്ക് ഇല്ല, ഇൻഫെക്ഷൻ ഇല്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ 6 മില്ലിമീറ്റർ സ്റ്റോണിലെല്ലാം നമുക്ക് വെറുതെ മരുന്നിൽ കൂടി നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ ഈ 6 മില്ലിമീറ്റർ താഴെയുള്ള എല്ലാ കല്ലുകളും മൂത്രത്തിൽ കൂടെ ചാടി പോകാനുള്ള സൈസേ ഉള്ളൂ. അതിന് നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ചാൽ മതി. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ നന്നായി വെള്ളം കുടിച്ചാൽ മാറുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു 50% ആളുകളിലും നല്ലപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോണിലെല്ലാം ചാടി പോകാനുള്ളതേ ഉള്ളൂ. ഇത് ഡോക്ടർ ഏതെങ്കിലും പ്രത്യേക വിഭാഗം, അതായത് ഒരു പ്രായം മറ്റുള്ളവർക്കോ അങ്ങനെയുണ്ടോ? ചില അസുഖങ്ങൾ അങ്ങനെയാണല്ലോ, മധ്യവയസ്കരിൽ കാണാം, യുവാക്കളിൽ കാണാം. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമുണ്ടോ ഇത് കൂടുതൽ? കഴിഞ്ഞ കാലം വരെയും ഈ അസുഖം ഏതാണ്ട് മധ്യവയസ്സുള്ള ആളുകളിലാണ് കണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റങ്ങൾ കാരണവും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അതുപോലെ തന്നെ ഭക്ഷണ രീതികൾ മാറുന്നതിനനുസരിച്ച്
വളരെ ചെറുപ്പത്തിലെ ഈ അസുഖങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു 30 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലാണ് ഈ അസുഖം സാധാരണ കണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പം ചെറിയ കുട്ടികളിൽ പോലും ഈ കിഡ്നി സ്റ്റോൺസ് കാണുന്നുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. തീർച്ചയായും. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ. യെസ്, പറഞ്ഞോളൂ. ഡോക്ടറെ, എൻ്റെ ഈ വയറിന് ഇടത്ത് സൈഡിൽ ഒരു ചെറിയ വേദനയിൽ കുത്തി വേദന. അതെ. ഈ മൂത്രം ഒഴിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ പോകും. മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ചെറിയൊരു വേദന പോലെ ചില സമയങ്ങളിൽ ഇടത്ത് സൈഡിൽ ഇങ്ങനെ ഒരു കുത്തി വേദന. അതെ. അപ്പം ഇത് കുത്തിയുള്ള വേദന സാധാരണ രീതിയിൽ മൂത്രാശയക്കല്ലിൻ്റെ ലക്ഷണം അല്ല. മൂത്രാശയക്കല്ലിൻ്റെ ലക്ഷണം സാധാരണ നല്ല ശക്തിയായ വേദനയും അത് ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഒരു വേദനയാണ്. അപ്പം അതിനോടനുബന്ധിച്ച് ഛർദിലും ഉണ്ടാകാം. മൂത്രത്തിൻ്റെ കംപ്ലൈൻറ്റ് സാധാരണ വരുന്നത് ഈ കല്ല് വന്നിട്ട് മൂത്രവാഹി കുഴലിൻ്റെ അറ്റത്ത് വരികയും അത് തടസ്സപ്പെടുകയും ചെയ്യുമ്പോഴാണ് മൂത്രം കൂടെ പോകാൻ ചെയ്യുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, മൂത്രത്തിൽ കൂടെ ബ്ലഡ് പാസ് ചെയ്യുക, ഇതൊക്കെ വരുന്ന സാഹചര്യം ഈ കല്ലുകൾ വന്നിട്ട് മൂത്രത്തിൻ്റെ ട്യൂബ്, അതായത് യൂറിറ്റർ എന്ന മൂത്രവാഹിനി കുഴലിൻ്റെ അറ്റത്ത് വന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഇടതുവശത്ത് വേദന നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നതും മൂത്രത്തിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടും നിങ്ങളത് സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കല്ലുകൾ വല്ലതും ഉണ്ടോ ഇല്ലയോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ വേദന വരുന്നത് നമുക്കറിയാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് 60 വയസ്സായി. 40 വയസ്സിന് ശേഷം എനിക്ക് മൂത്രക്കല്ലിന്റെ അസുഖം ഉണ്ടായി. അതെ. ഇപ്പോ ഈ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഒരു 1/2 മണിക്കൂർ നേരം വെച്ചിട്ടിരിക്കും. എന്താണെന്ന് അറിയുന്നില്ല. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വെച്ചുകൊണ്ടിരിക്കുക. നേരത്തെ മൂത്രത്തിക്കൽ എത്ര നാൾ മുമ്പാ വന്നുകൊണ്ടിരുന്നത്? ഒരു 35 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ ഏതാനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ഈ ആയുർവേദം കഴിച്ചോണ്ട് എനിക്ക് ആ മൂത്രക്കല്ല് 2 പ്രാവശ്യം എനിക്കത് പോയിട്ടുണ്ട്. വയറുവേദന ഒന്നും ഇപ്പൊ ഇല്ല? വയറുവേദന ഉണ്ട് എന്നാലും, പക്ഷെ മൂത്രക്കല്ലിന്റെ അസുഖം അല്ലാന്നാ തോന്നുന്നത്. എനിക്ക് അടുത്തിടെ സ്കാൻ വല്ലതും ചെയ്ത് നോക്കിയതാണോ? സ്കാൻ ഒക്കെ ചെയ്ത് നോക്കിയത്. അന്നേരം മൂത്രത്തിൽ കല്ല് വല്ല ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് 2 പ്രാവശ്യം മൗലാനിന്നൊക്കെ നോക്കിയിട്ടുണ്ട്, പിന്നെ ബോംബെന്ന് നോക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ മൂത്രക്കല്ലുണ്ടായിരുന്നു. ചെറിയ രീതിയിലാണോ? ചെറിയ രീതിയിലുള്ള കല്ലാണോ വലിയ രീതിയിലുള്ള കല്ലുകളാണോ? അത് 3 കല്ലായിരുന്നു. ഒന്ന് ചെറുതും 2 വലുതും ഒന്ന് ചെറുതായിരുന്നു. പക്ഷെ 3 മൂത്രം ഒഴിച്ച് പോകുന്ന പിന്നെ അവർ പറഞ്ഞു. എനിക്ക് ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് ഹോമിയോ മരുന്ന് മൂത്രം ഒഴിച്ച് പോകുന്ന പറഞ്ഞത്. ഇപ്പൊ കൂടുതലും മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും. ഇല്ല, ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് ഒഴിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റേലും കൂടുതൽ സമയം ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ പള്ളിയിൽ പോകാനൊക്കെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ പ്രായത്തിൽ നമുക്ക് സാധാരണ മൂത്രത്തിൽ കംപ്ലൈന്റ് വരുന്നത് പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും വരുന്നത്. ഈ ലക്ഷണങ്ങളൊന്നും മൂത്രാശയക്കല്ലിൻ്റെയോ ലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ അല്ല. അപ്പോൾ ഈ പ്രായത്തിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാവുകയും അതിൽ നിന്നുണ്ടാകുന്ന മൂത്രം ഒഴിക്കുന്ന തടസ്സം, മൂത്രം കൂടെ പോകാനുള്ള ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോൾ വേദന, മൂത്രം പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് സാധാരണ വരുന്നത്. പിന്നെ വരാമെന്നത് മൂത്രസഞ്ചിക്കകത്ത് ഒരു കല്ല് വന്ന് തടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണാം. അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി നമ്മൾ അതിനനുസരിച്ചുള്ള ചികിത്സ തേടേണ്ടി വരും. ഡോക്ടർ, പലപ്പോഴും പല അസുഖങ്ങളും ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് പുതിയ തലമുറയ്ക്ക് കൂടുതലായി കാണുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു കൊച്ചുകുട്ടികളിൽ പോലും ഇത് കാണുന്ന ഒരവസ്ഥയുണ്ടെന്ന്. അപ്പോൾ ഏത് തരത്തിലുള്ള ജീവിതശൈലികളാണ്, അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്ന ഏത് മാറ്റങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ കാലം വരെയും ഈ ജീവിതശൈലി കൊണ്ട് കുറേ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ആ കൂട്ടത്തിൽ ഇപ്പം മൂത്രാശയക്കല്ലും വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ജീവിതശൈലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ മിക്ക ആൾക്കാരിലും വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. അപ്പം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂത്രാശയക്കല്ലുകൾ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ ആഹാര രീതികൾ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതികൾ തന്നെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ് പിന്നെ ഹൈ ആനിമൽ പ്രോട്ടീൻസ്, അതായത്
മാംസ്യം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഇതെല്ലാം മൂത്രാശയ കല്ലുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ട്. പിന്നീടുള്ളത് അമിതവണ്ണം മൂലം മൂത്രാശയ കല്ലുകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. തീർച്ചയായും. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാൻ ബോംബെയിൽ നിന്ന് വിളിക്കുകയാണേ. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഒരു 10 വർഷമായി എനിക്ക് ഈ മൂത്രത്തിക്കല്ലിന്റെ പ്രോബ്ലം ഉണ്ട്. എനിക്കിപ്പോ 43 ഇയേഴ്സ് ആണ്. ഓക്കെ. അപ്പം അത് ഒരു 1.5 വർഷം 1.5 വർഷം ഇടവിട്ട് അങ്ങനെ വരുന്നുണ്ട് അത്. ഓക്കെ. അപ്പൊ ആദ്യം ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ മൂത്രത്തിൽ കൂടെ 2-3 പ്രാവശ്യം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴും വീണ്ടും അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ആണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ഇത് യൂറിൻ ഇൻഫെക്ഷനും ഇതും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. യൂറിൻ പാസിന് ഭയങ്കര പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ. അതെന്തുകൊണ്ടാണ് 10 ഡോക്ടർ? വർഷമായിട്ട് മൂത്രത്തിൽ കല്ല് വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ റിക്കറൻറ്റ് സ്റ്റോൺ ഫോമേഴ്സിനായിട്ടാണ് പറയുന്നത്. അതുകൂടാതെ മൂത്രത്തിൽ ഇൻഫെക്ഷനുണ്ട്. അപ്പം മൂത്രാശയ കല്ലുകളുടെ ഒരു കാരണം മൂത്രത്തിൽ അണുബാധ തന്നെയാണ്. മൂത്രത്തിൽ ഉണ്ടാകുന്ന അണുബാധ, പ്രത്യേകിച്ചും യൂറിയേസ് പ്രൊഡ്യൂസിങ് അണുക്കൾ ആണ് ഈ മൂത്രാശയ കല്ലുകൾക്ക് കൂടുതൽ ഉണ്ടാക്കാനുള്ള കൂടുതൽ ചാൻസ് വരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രാശയ കല്ലുകൾ, അതായത് റിക്കറൻറ്റ് സ്റ്റോൺ ഫോമേഴ്സിന് നമ്മൾ കൂടുതൽ പരിശോധന ചെയ്യുകയും ബ്ലഡിലെ കാൽഷ്യം, ബ്ലഡിലെ യൂറിക് ആസിഡ്, ഓക്സലേറ്റ്, അതുപോലെ തന്നെ യൂറിൻ പരിശോധിക്കുക. 24 മണിക്കൂർ യൂറിൻ എടുത്ത് അതിൻ്റെ അകത്ത് എന്തെല്ലാം ഈ ഘനപദാർത്ഥങ്ങൾ കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ നമ്മൾ നോക്കേണ്ടതാണ്. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് വേണ്ട അത്ര വെള്ളം കുടിക്കാത്ത ഒരു പ്രശ്നമുണ്ട് പുതിയ തലമുറയ്ക്ക്. പലരും ഈ AC-ലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അറിയുന്നില്ല, ദാഹം വരുമ്പോഴാണല്ലോ നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ ഇവർക്ക് അറിയുന്നില്ല എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്, എത്ര വെള്ളം കുടിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം? നമ്മൾ യൂറിൻ എത്ര പോകുന്നു അതിൻ്റെ 500-600 ml എക്സ്ട്രാ നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം ഒരു ദിവസത്തിൽ. പ്രത്യേകിച്ച് ഈ സ്റ്റോൺ, മൂത്രാശയ കല്ലുള്ള രോഗികൾ ഒരു ദിവസം ഒരു 3 ലിറ്റർ യൂറിൻ പോകത്തക്ക രീതിയിൽ ഉള്ള വെള്ളം കുടിക്കണം. 3 ലിറ്റർ യൂറിൻ പോകണമെങ്കിൽ ഏതാണ്ട് 3.5 ലിറ്റർ അല്ലെങ്കിൽ 3.6 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. ഈ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതിന് പ്രത്യേക സമയങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ 3 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചുകൊണ്ട് ഇതിന് യാതൊരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതൊന്നെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ഹൈ പ്രോട്ടീൻ മീൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ശരീരത്തിൻ്റെ ജലാംശം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ചിരിക്കണം. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ രാത്രി കാലങ്ങളിൽ ഒരു ശരാശരി ഒരു വ്യക്തി ഏതാണ്ട് 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ഈ 8 മണിക്കൂർ 7 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ ജലാശയം തീരെ ചെല്ലുന്നില്ല. അപ്പോൾ രാത്രി കാലങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2-3 തവണ എഴുന്നേറ്റ് വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമ്മുടെ കറക്റ്റ് വാട്ടർ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ജലാശയം നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സാർ, ഞാനേ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ. എനിക്കൊരു 8-9 കൊല്ലമായിട്ട് മൂത്രത്തിൽ കല്ലുണ്ട്, സ്റ്റോൺ ഉണ്ട്. ഓക്കെ. അത് റൈറ്റ് കിഡ്നിയിൽ 13 മമ്മിൻ്റെ ഒരു 3 എണ്ണം. ഓക്കെ. ലെഫ്റ്റ് കിഡ്നിയിൽ പിന്നെ ചെറിയ ഒരു 5 mm അങ്ങനെ കുറച്ച് കല്ലുകളുണ്ട്. ഓക്കെ. പിന്നെ ഒരു 8 വട്ടമാണ് കല്ലിന് സ്വയം മൂത്രത്തിലൂടെ പോയിട്ടുണ്ട്. ഓക്കെ. ഹലോ ടിവിയുടെ ശബ്ദം കുറയ്ക്കൂ. ഹലോ ഹലോ, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. അതെ, പിന്നെ നമുക്ക് ഈ മൂത്രം മുള്ളുമ്പോഴേ നമ്മള് മൂത്രം മുള്ളുമ്പോഴേ ഭയങ്കര സ്മെല്ല്, പുലർച്ചയ്ക്ക് അത് മെയിനായിട്ട് സ്മെല്ല് വരുന്നത്. അത് ഇതിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. മൂത്രത്തിൽ സ്മെല്ല് വരുന്നത് ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ കാരണം വരാം, അല്ലെങ്കിൽ ഈ സ്റ്റോണുകൾ ഉണ്ടായെങ്കിൽ തന്നെ മൂത്രം കലങ്ങി വരികയും മൂത്രത്തിൽ സ്മെല്ല് കൂടുകയും ചെയ്യും. 2 കിഡ്നിയിലും കല്ലുകളുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കല്ലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഡീറ്റെയിൽഡ് പരിശോധന വേണ്ടിയതാണ്. അതായത് കല്ലുകൾ വരാനുള്ള കാരണങ്ങൾ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശരിക്കും നോക്കണം. അത് നോക്കിയതിന് ശേഷം അതിന് തക്കതായ ചികിത്സ എടുക്കുകയും
അതുപോലെ തന്നെ പാനീയ ചികിത്സയും ഭക്ഷണത്തിലുള്ള ക്രമീകരണവും വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റോണിൻ്റെ പുനരാവർത്തനം നമുക്ക് തടയാൻ കഴിയത്തുള്ളൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. തീർച്ചയായും. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. എന്റെ പേര് സിനി എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കിഡ്നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ട്യൂബിലൊരു കട്ടായിട്ടായിരുന്നു. അതൊക്കെ ഒരു കൊല്ലത്തോളം ഇരുന്നിട്ട് വേദന ഒന്നും അറിഞ്ഞില്ല. ആദ്യ തുടക്കത്തിലൊരു ചെറുതായിട്ടൊരു വേദന വന്നു. പിന്നെ ഒരു കൊല്ലം അത് ഇരുന്നിട്ട് വേദന ഒന്നും അറിഞ്ഞില്ല. പിന്നെ അത് ഒരിക്കലും യൂട്രസ് സംബന്ധമായിട്ട് ഒന്ന് ഡോക്ടറായിട്ട് സ്കാൻ ചെയ്തപ്പോഴാണ് ഈ കല്ലിരിക്കുന്നത് അറിഞ്ഞത്. അപ്പോ അത് ഒരു കൊല്ലത്തോളം ഇരുന്നിട്ട് അത് ലെഫ്റ്റ് കിഡ്നിനെ ഒരു പകുതിയോളം ഡാമേജ് ആയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അത് കളയാൻ പറഞ്ഞ കല്ല്. എന്നിട്ട് PCN വഴി കല്ല് നീക്കം ചെയ്തു. പക്ഷെ ഇനിയിപ്പോ എനിക്ക് സംശയം, ഇനി കിഡ്നീനെ ബാധിച്ചതുകൊണ്ട് വല്ല അനക്കമന വല്ല പ്രശ്നങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടാവോ, ഇനി കല്ല് വരാൻ സാധ്യത ഉണ്ടോ, അതൊക്കെ അറിയാനാണ് ഞാൻ വിളിച്ചത്. ഇനിയും കല്ല് വരുമോ? ഓക്കെ, ഇത് നല്ലൊരു ഉദാഹരണമാണ്. നമ്മളെ വേദന വന്നു കഴിഞ്ഞ് അത് പിന്നെ നമ്മൾ പരിശോധിക്കാതിരിക്കുന്നത്, ഇതൊരു നല്ലൊരു ഉദാഹരണമാണ്. അതായത് കല്ല് വന്നു കഴിഞ്ഞാൽ കല്ല് ഫോളോ അപ്പ് നമ്മൾ സ്ഥിരം നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 6 മില്ലിമീറ്ററുള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ തന്നെ താൻ യൂറിനിൽ കൂടെ പൊയ്ക്കോളും. പക്ഷെ അത് പോയോ ഇല്ലയോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. അതിന് നമ്മൾ ഇടയ്ക്ക് അൾട്രാസൗണ്ട് ചെയ്യുകയോ CT സ്കാൻ ചെയ്യുകയോ ചെയ്ത് നോക്കണം. അഥവാ പോയില്ലെങ്കിൽ ആ കല്ല് അവിടെ ഇരുന്ന് കിഡ്നിക്ക് തടസ്സമുണ്ടാക്കുകയും ഹൈഡ്രോനെഫ്രോസിസ് കൂടുകയും ഭാവിയിൽ ആ കിഡ്നി പ്രവർത്തനമില്ലാതെ മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അത് എത്രയും 4 ആഴ്ച അല്ലെങ്കിൽ 6 ആഴ്ച വരെ സമയം കൊടുക്കാം ഒരു കല്ല് പോകാൻ വേണ്ടി. അത് ആ സമയത്തിനുള്ളിൽ ഒരു കല്ല് പോയില്ലെങ്കിൽ, ഹൈഡ്രോനെഫ്രോസിസ് കിഡ്നിയുടെ മാറിയില്ലെങ്കിൽ, തീർച്ചയായിട്ടും അത് കല്ല് പൊടിച്ച് എടുത്തു കളയുകയോ അത് കീഹോൾ വഴിയോ അല്ലെങ്കിൽ കല്ല് പൊടിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇതൊരു വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് അല്ലേ? പിന്നെ മറ്റെന്തെല്ലാമാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ? ഒന്ന് വേദനയാണ്. ഈ മൂത്രാശയ കല്ല് വന്നു കഴിഞ്ഞാൽ ശക്തിയായ വേദനയായിരിക്കും, നമുക്ക് സഹിക്കാൻ പോലും വയ്യ. അപ്പം വേദനയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരാവുന്നത് കിഡ്നിക്ക് ഇൻഫെക്ഷനാണ്. സിവിയർ പൈലോനെഫ്രൈറ്റിസ് ആയിട്ട് പേഷ്യൻ്റ് വരാം. അപ്പോൾ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ, കല്ലുകൾ വന്ന് ചികിത്സിച്ചില്ലെങ്കിൽ സിവിയർ പൈലോനെഫ്രൈറ്റിസ് ആയിട്ട് വരാം. പിന്നെ ഉള്ളത് കിഡ്നിയുടെ കിഡ്നിയുടെ ഫങ്ഷൻ തകരാറിലാകിയിട്ട് അത് ഒരുപക്ഷെ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വരെ സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ തകരാറായി കഴിഞ്ഞാൽ കല്ല് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ആ കിഡ്നി അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടും പ്രയോജനമില്ല. ആ കിഡ്നി മുഴുവൻ നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും. അതാണ് വേറൊരു കോംപ്ലിക്കേഷൻ. പിന്നെ വരാവുന്നത് മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുക എന്നുള്ളതാണ്. അത് കിഡ്നി സ്റ്റോൺസ് അനങ്ങുമ്പോഴൊക്കെ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുകയും ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടും വരാം. എന്തെല്ലാം തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നിലവിലുള്ളത്? ഓക്കെ, കിഡ്നി സ്റ്റോൺസിന് ഇപ്പോൾ ഉള്ള ഇതിൽ വെച്ചിട്ട് ഒന്ന് മെഡിസിനും കൊണ്ട് പോകാം, ഒന്ന് ചികിത്സിക്കാം. മരുന്ന് കൊടുത്ത് വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുകയും കല്ലുകൾ ചാടി പോകാൻ വേണ്ടി ഉള്ള മരുന്ന് കൊടുക്കുകയും കുറിച്ച് ചില ഈ പറഞ്ഞ 6 മില്ലിമീറ്റർ ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ വരെ കല്ലുകൾ പോകാറുണ്ട്. അഥവാ അത് പോയില്ലെങ്കിൽ പിന്നീടുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. ഇപ്പോൾ കിഡ്നിയിലുള്ള 1 സെൻറ്റിമീറ്റർ താഴെയുള്ള കല്ലുകൾക്കൊക്കെ നമ്മൾ പുറമേ ഷോക്ക് വേവ് കൊടുത്തിട്ട് ആ കല്ല് പൊടിക്കുകയും ആ കല്ലിൻ്റെ തരികൾ പിന്നെ മൂത്രത്തിൽ കൂടെ പോവുകയും ചെയ്യും. അതാണ് ഒരു രീതി. അത് എല്ലാ സൈസ് കല്ലിനും അത് പറ്റിയില്ലെന്ന് വരാം. മിക്കവാറും അത് 1 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കല്ലുകൾക്കാണ് കൂടുതൽ നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ, അതിനുശേഷം തുടരാം. ഹലോ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ വിളിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പം മാഡം കഴിക്കുന്നത് കൊണ്ട് ഈ മൂത്രത്തിലെ കല്ല് വീഴും എന്ന് പറയുന്നത് ശരിയാണോ? ഒന്നുകൂടെ ചോദിക്കോ, വ്യക്തമായില്ല. ഈ സ്പിനാച്ച് ഐറ്റം ചീരയില്ല, അതായത് ഇവിടെ സ്പിനാച്ച് മനസ്സിലായി. അത് കഴിക്കുന്നത് കൊണ്ട് മൂത്രത്തിൽ കല്ല് ഉണ്ടാവും എന്നുള്ളത് ശരിയാണോ? ഡോക്ടർ, ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. പല പച്ചക്കറികളും ചിലതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിൽ നമ്മൾ ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഈ സ്പിനാച്ച്, കോളിഫ്ലവർ, ക്യാബേജ്, ഇതിലെല്ലാം കാൽഷ്യവും ഈ ഓക്സലേറ്റിൻ്റെയും കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ കാൽഷ്യവും യൂറിക് ആസിഡും ഓക്സലേറ്റിനും
നമ്മുടെ ബ്ലഡിൽ കൂടുകയും അത് തിരിച്ച് യൂറിൻ്റെ അകത്ത് കൂടുകയും അത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും, മൂത്രാശയ കല്ലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പിനാച്ച്, കോളിഫ്ലവർ, ക്യാബേജ്, ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കുറയ്ക്കണമെന്ന് ഈ മൂത്രാശയ കല്ലുള്ളവരോട് പറയുന്നത്. മൂത്രാശയ കല്ലുകൾ ഉള്ളവർ മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. മൂത്രാശയ കല്ലുകളിൽ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. ഡോക്ടർ, എപ്പോഴാണ് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്? ഓക്കെ, സർജറി വരുന്നത് നമ്മൾ ഒന്ന് നമ്മുടെ കല്ലിൻ്റെ വലിപ്പം വെച്ചിട്ടാണ്. 2 കല്ല് എവിടെ ഇരിക്കുന്നു, എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നനുസരിച്ചാണ്. 3 അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വല്ലതും ഉണ്ടോ ഇല്ലെന്ന്. അതിപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉടനടി ശസ്ത്രക്രിയക്ക് പോകേണ്ടതാണ്. കല്ലിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ വരെ ഉള്ള സ്റ്റോൺസ് ചിലപ്പോൾ പോകാം, ചിലപ്പം പോകാതിരിക്കാം. 1 സെൻറ്റിമീറ്റർ മുകളിലുള്ള എല്ലാ കല്ലുകളും അത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് ഒന്നെങ്കിൽ എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ്സ് വെച്ചിട്ടോ, അല്ലെങ്കിൽ കീ ഹോൾ സർജറി വെച്ചിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ നൂതന സംവിധാനം എൻഡോസ്കോപ്പിക് സർജറി കൂടി നമുക്ക് കല്ലുകൾ പൊടിച്ച് നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.